വിവാഹപ്പൊരുത്തത്തിലെ രാശിപ്പൊരുത്തത്തെക്കുറിച്ചാണ് കഴിഞ്ഞ വീഡിയോയിൽ വിശദീകരിച്ചത്. ഈ വീഡിയോയിൽ രാശ്യാധിപ പൊരുത്തത്തെക്കുറിച്ചാണ് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. രാശിപ്പൊരുത്തം പോലെ തന്നെ രാശ്യാധിപ പൊരുത്തവും നിർണ്ണയിക്കേണ്ടത് വധൂവരന്മാരുടെ ജാതകത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിയെ അടിസ്ഥാനപ്പെടുത്തിയാണ്. രണ്ടുപേരുടെയും ഗ്രഹനിലയിൽ ചന്ദ്രൻ നിൽക്കുന്ന രാശി ഏതാണെന്ന് പ്രത്യേകം രേഖപ്പെടുത്തി കാണും. ഗ്രഹനില കൈവശമില്ലെങ്കിൽ ജനിച്ച വർഷം, മാസം, തീയതി, ജനനസ്ഥലം ഇവയെ അടിസ്ഥാനപ്പെടുത്തി ജ്യോത്സ്യൻ തന്നെ അത് കണക്കുകൂട്ടി നിർണ്ണയിക്കണം. 12 രാശികളിൽ ജന്മനക്ഷത്രം ഏത് രാശിയിലാണ് വ്യാപിച്ചിരിക്കുന്നത് ആ രാശിയാണ് ചന്ദ്രരാശി. രണ്ടുപേരുടെയും ഗ്രഹനിലയിലെ ചന്ദ്രൻ നിൽക്കുന്ന രാശികളുടെ അധിപന്മാർ ഏത് ഗ്രഹങ്ങളാണോ അവയെ അടിസ്ഥാനപ്പെടുത്തിയാണ് രാശ്യാധിപ പൊരുത്തം നിർണ്ണയിക്കുന്നത്. രാശ്യാധിപന്മാർ തമ്മിലുള്ള പൊരുത്തമായതുകൊണ്ടാണ് ഇതിന് രാശ്യാധിപ പൊരുത്തം എന്ന് പേർ നൽകിയിരിക്കുന്നത്. ഇവിടെ രാശ്യാധിപൻ എന്ന പേരുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചന്ദ്രൻ നിൽക്കുന്ന രാശികളുടെ അഥവാ കൂറുകളുടെ അധിപന്മാരെക്കുറിച്ചാണ്. ചന്ദ്രൻ നിൽക്കുന്ന രാശിയെ ജന്മരാശി എന്നും ജന്മക്കൂറ് എന്നും പറയാറുണ്ട്. രാശ്യാധിപ പൊരുത്തം നിർണ്ണയിക്കുന്നതിന് രാശ്യാധിപന്മാരായ ഗ്രഹങ്ങൾ തമ്മിലുള്ള ബന്ധുശത്രുഭേദം നന്നായി അറിഞ്ഞിരിക്കണം. 12 രാശികളും 9 ഗ്രഹങ്ങളും 27 നക്ഷത്രങ്ങളും ചേരുന്നതാണ് രാശിചക്രം. 9 ഗ്രഹങ്ങളിൽ രാഹു കേതുക്കൾ ഒഴിച്ചുള്ള 7 ഗ്രഹങ്ങളും ഓരോരോ രാശികൾക്ക് അധിപന്മാരായിരിക്കും. കൂടാതെ ഗ്രഹങ്ങൾ തമ്മിലുള്ള ശത്രുമിത്രഭേദവും അറിഞ്ഞിരിക്കണം. സ്ത്രീയുടെയും പുരുഷൻ്റെയും ജന്മരാശിയുടെ അധിപന്മാരായ ഗ്രഹം ഒരേ ഗ്രഹമാണെങ്കിലും അവർ തമ്മിൽ ബന്ധുഗ്രഹങ്ങളാണെങ്കിലും രാശ്യാധിപ പൊരുത്തം ഉത്തമമായിരിക്കും. ജന്മരാശികളുടെ അധിപന്മാരായ ഗ്രഹങ്ങൾ തമ്മിൽ ശത്രുഗ്രഹങ്ങളാണെങ്കിൽ രാശിപ്പൊരുത്തം അധമമായിരിക്കും. രണ്ടുപേരിൽ ഒരാളുടെ രാശ്യാധിപനായ ഗ്രഹം മറ്റേയാളുടെ രാശ്യാധിപന ഗ്രഹത്തിൻ്റെ ബന്ധുവായിരിക്കുകയും തിരിച്ച് ഇങ്ങോട്ട് ശത്രുവായിരിക്കുകയും ചെയ്താൽ അത് മധ്യമമായി സ്വീകരിക്കുകയും ചെയ്യാം. 2 ഗ്രഹങ്ങളും പരസ്പരം ശത്രുക്കളാണെങ്കിൽ രാശ്യാധിപ പൊരുത്തം അധമവുമായിരിക്കും. ഇപ്രകാരമാണ് രാശ്യാധിപ പൊരുത്തം നിർണ്ണയിക്കേണ്ടത്. രാശിചക്രത്തിലെ 5ാം രാശിയായ ചിങ്ങത്തിൻ്റെ അധിപൻ സൂര്യനാണ്. 4ാം രാശിയായ കർക്കടകത്തിൻ്റെ അധിപൻ ചന്ദ്രനുമാണ്. സൂര്യനും ചന്ദ്രനും ഓരോ രാശിയുടെ ആധിപത്യം മാത്രമേ ഉള്ളൂ. മറ്റ് ഗ്രഹങ്ങൾക്ക് ഈ 2 രാശികളുടെ ആധിപത്യമാണ് ഉള്ളത്. മേടം, വൃശ്ചികം എന്നീ രാശികളുടെ അധിപൻ കുജനാണ്. ഇടവം, തുലാം എന്നീ രാശികളുടെ അധിപൻ ശുക്രനാണ്. മിഥുനം, കന്നി എന്നീ രാശികളുടെ അധിപൻ ബുധനുമാണ്. ധനു, മീനം എന്നീ രാശികളുടെ അധിപൻ വ്യാഴവും മകരം, കുംഭം എന്നീ രാശികളുടെ അധിപൻ ശനിയുമാണ്. രണ്ടുപേരുടെയും ഗ്രഹനിലയിൽ ചന്ദ്രൻ നിൽക്കുന്ന രാശികളുടെ അധിപന്മാരായ ഗ്രഹങ്ങൾ ഏതെല്ലാമെന്ന് നിർണ്ണയിക്കണം. അതിനുശേഷം ആ ഗ്രഹങ്ങൾ തമ്മിൽ ബന്ധുക്കളാണോ ശത്രുക്കളാണോ എന്ന് നിർണ്ണയിക്കണം. അഥവാ രണ്ടും ഒരേ ഗ്രഹമാണോ എന്ന് നിർണ്ണയിക്കണം. രണ്ടും ഒരേ ഗ്രഹമാണെങ്കിലും രണ്ടുപേരുടെയും രാശ്യാധിപന്മാർ തമ്മിൽ ബന്ധുക്കളാണെങ്കിലും രാശിപ്പൊരുത്തം ഉത്തമമായിരിക്കും. ഒന്ന് മറ്റേതിൻ്റെ ബന്ധുവും മറ്റേത് ഇതിൻ്റെ ശത്രുവുമായാൽ മധ്യമമായിരിക്കും. രണ്ടും പരസ്പരം ശത്രുക്കളാണെങ്കിൽ അധമവുമായിരിക്കും. രാശ്യാധിപ പൊരുത്തം നിർണ്ണയിക്കുന്നതിന് ഗ്രഹങ്ങൾ തമ്മിലുള്ള ബന്ധുശത്രുഭേദം കൂടി അറിഞ്ഞിരിക്കണം. ഗ്രഹങ്ങൾ തമ്മിലുള്ള ബന്ധുശത്രുഭേദം ഹോരാശാസ്ത്രത്തിലെ സംജ്ഞാപ്രകരണത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്ന് അല്പം വ്യത്യാസമായി വിവാഹപ്പൊരുത്ത നിർണ്ണയത്തിലെ ബന്ധുശത്രുഭേദം നിർണ്ണയിക്കേണ്ടത് താഴെ പറയുന്ന പ്രകാരമാണ്. സൂര്യൻ്റെ ബന്ധു വ്യാഴമാണ്. മറ്റെല്ലാ ഗ്രഹങ്ങളും, അതായത് ചന്ദ്രൻ, കുജൻ, ബുധൻ, ശുക്രൻ, ശനി എന്നീ 5 ഗ്രഹങ്ങളും സൂര്യൻ്റെ ശത്രുഗ്രഹങ്ങളാണ്. ബുധനും വ്യാഴവും ചന്ദ്രൻ്റെ ബന്ധുഗ്രഹങ്ങളാണ്. മറ്റുള്ളവ 4, അതായത് സൂര്യൻ, കുജൻ, ശുക്രൻ, ശനി ഈ 4 ഗ്രഹങ്ങളും ചന്ദ്രൻ്റെ ശത്രുഗ്രഹങ്ങളുമാണ്. ബുധനും ശുക്രനും കുജൻ്റെ ബന്ധുഗ്രഹങ്ങളാണ്. മറ്റ് 4 ഗ്രഹങ്ങളും, അതായത് ചന്ദ്രൻ, രവി, ഗുരു, ശനി ഈ 4 ഗ്രഹങ്ങളും കുജൻ്റെ ശത്രുഗ്രഹങ്ങളുമാണ്. സൂര്യൻ ഒഴികെയുള്ള 5 ഗ്രഹങ്ങളും ബുധൻ്റെ ബന്ധുഗ്രഹങ്ങളാണ്. സൂര്യൻ ശത്രുഗ്രഹവുമാണ്. അതായത് ചന്ദ്രൻ, കുജൻ, ഗുരു,
ശനി, ശുക്രൻ ഈ 5 ഗ്രഹങ്ങളും ബുധൻ്റെ ബന്ധുഗ്രഹങ്ങളാണെന്നർത്ഥം. കുജൻ ഒഴികെയുള്ള 5 ഗ്രഹങ്ങളും, അതായത് ചന്ദ്രൻ, രവി, ബുധൻ, ശനി, ശുക്രൻ ഈ 5 ഗ്രഹങ്ങളും ഗുരുവിൻ്റെ ബന്ധുഗ്രഹങ്ങളാണ്. കുജൻ ശത്രുഗ്രഹവുമാണ്. സൂര്യനും ചന്ദ്രനും ഒഴികെയുള്ള 4 ഗ്രഹങ്ങളും, അതായത് ഗുരു, ബുധൻ, ശനി, കുജൻ ഈ 4 ഗ്രഹങ്ങളും ശുക്രൻ്റെ ബന്ധുഗ്രഹങ്ങളാണ്. സൂര്യനും ചന്ദ്രനും ശുക്രൻ്റെ ശത്രുഗ്രഹങ്ങളുമാണ്. ബുധൻ, ശുക്രൻ, ഗുരു എന്നീ 3 ഗ്രഹങ്ങളും ശനിയുടെ ബന്ധുഗ്രഹങ്ങളും സൂര്യൻ, ചന്ദ്രൻ, കുജൻ ഈ 3ഉം ശനിയുടെ ശത്രുഗ്രഹങ്ങളുമാണ്. രാശ്യാധിപത്യം നിർണ്ണയിക്കുമ്പോൾ ഗ്രഹങ്ങൾ തമ്മിലുള്ള ശത്രുമിത്രഭേദം നിർണ്ണയിക്കേണ്ടത് ഈ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. രാശ്യാധിപത്യം നിർണ്ണയിക്കേണ്ട വിധം ഒരു ഉദാഹരണത്തിലൂടെ വിശദീകരിക്കാം. തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീയുടെയും മകയിരം നക്ഷത്രത്തിൽ ജനിച്ച പുരുഷൻ്റെയും ഗ്രഹനിലകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവർ വിവാഹിതരായ ദമ്പതികളാണ്. വിവാഹപ്പൊരുത്തം നോക്കാതെ വിവാഹം കഴിച്ചവരുമാണ്. സ്ത്രീയുടെ ജന്മനക്ഷത്രം തിരുവോണം, മകരക്കൂറ്. പുരുഷൻ്റെ ജന്മനക്ഷത്രം മകയിരം, മിഥുനക്കൂറ്. സ്ത്രീയുടെ ജന്മക്കൂറിൻ്റെ അധിപൻ, അതായത് ജന്മരാശിയുടെ അധിപൻ ശനിയാണ്. പുരുഷൻ്റെ ജന്മരാശിയുടെ അധിപൻ ബുധനുമാണ്. ഇവിടെ പറഞ്ഞ നിയമമനുസരിച്ച് സ്ത്രീയുടെ ജന്മരാശിയുടെ അധിപനായ ശനിയുടെ ബന്ധുഗ്രഹമാണ് പുരുഷൻ്റെ ജന്മരാശിയുടെ അധിപനായ ബുധൻ. അതുപോലെ പുരുഷൻ്റെ ജന്മരാശിയുടെ അധിപനായ ബുധൻ്റെ ബന്ധുഗ്രഹമാണ് സ്ത്രീയുടെ ജന്മരാശിയുടെ അധിപനായ ശനി. ഇങ്ങനെ 2 ഗ്രഹങ്ങളും പരസ്പരം ബന്ധുക്കളാണ്. ഇങ്ങനെ ഇവരുടെ രാശ്യാധിപത്യം ഉത്തമമാണ്. എന്നാൽ ഇവരുടെ രാശിപ്പൊരുത്തം നിർണ്ണയിച്ചാൽ ഷഷ്ടാഷ്ടമ ദോഷം എന്ന ദോഷമുണ്ട്. അതായത് സ്ത്രീയുടെ ജന്മക്കൂറായ മകരൻ രാശിയിൽ നിന്ന് 6ാമത്തെ കൂറാണ് പുരുഷൻ്റെ ജന്മക്കൂറായ മിഥുനൻ രാശി. ഇങ്ങനെ ഷഷ്ടാഷ്ടമ ദോഷമാണ് ഇവിടെ കാണുന്നത്. ഈ ദോഷം കഴിഞ്ഞ വീഡിയോയിൽ വിവരിച്ച രാശിപ്പൊരുത്തം എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. ഇനി ഇവരുടെ തൽക്കാല ജീവിതാനുഭവം എന്തെന്ന് നോക്കാം. ഇവർ വിവാഹപ്പൊരുത്തം നോക്കി വിവാഹിതരായവരല്ല, എന്നാൽ പ്രണയ വിവാഹവുമല്ല. സാധാരണയായി ആലോചിച്ച് വിവാഹം കഴിച്ചവരുമാണ്. 2 പേരും സാമാന്യം നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്. 2 കുട്ടികളുമുണ്ട്. ഭർത്താവ് വിദേശത്ത് ജോലി ചെയ്യുന്നു. ഭാര്യ നാട്ടിൽ ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. 6 മാസത്തിലൊരിക്കൽ ഭർത്താവ് നാട്ടിൽ വരുന്നു. എന്നാൽ ഇവർ തമ്മിൽ ഒത്തുകൂടുമ്പോൾ പരസ്പരം എപ്പോഴും കലഹം തന്നെയാണ്. 2 പേരും സംശയരോഗികളാണ്. അതാണ് കലഹത്തിന് കാരണം. 2 പേരുടെയും സ്വഭാവ പ്രകൃതിയുടെ വ്യത്യാസവും നക്ഷത്രപ്പൊരുത്തത്തിലെ ഷഷ്ടാഷ്ടമ ദോഷവും കൂടി ചേർന്നപ്പോൾ കലഹത്തിന് സാധ്യതയേറി. ഇങ്ങനെ നക്ഷത്രപ്പൊരുത്തത്തിലെ ദോഷം ചെറുതാണെങ്കിലും ജാതക വിഷയത്തിൽ ദോഷാനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഈ ദോഷവും കൂടി അതിൻ്റെ കൂടെ ചേരുമ്പോൾ വലിയ ദോഷമായി തീരുമെന്നർത്ഥം. വിവാഹപ്പൊരുത്ത നിർണയത്തിലെ നക്ഷത്രപ്പൊരുത്തങ്ങളെ ഇപ്രകാരം വേണം വിലയിരുത്താൻ, അല്ലാതെ ഒന്നും അവഗണിക്കേണ്ടതല്ല എന്നർത്ഥം.